നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. വിഷയത്തിലേക്ക് വരാം. കെ സുധാകരൻ കേരളത്തിൽ ഇന്ന് ഏറ്റവും അധികം ആളുകൾ കേൾക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് കെ സുധാകരൻ. എന്തുകൊണ്ടാണെങ്കിൽ കണ്ണൂർ കിട്ടുമോ ഇല്ലയോ, മത്സരിക്കുമോ ഇല്ലയോ, ഇനി അതല്ല കെ സുധാകരൻ രാഷ്ട്രീയം മാറുമോ, സ്വതന്ത്രനാകുമോ, BJPയിലേക്ക് പോകുമോ, നിരവധി ചോദ്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിലിപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്ന ഒന്ന്. കാര്യം ഡൽഹിയിൽ പോകുന്നു, ചർച്ച ചെയ്യുന്നു. ഡൽഹിയിൽ പോയി ചർച്ച ചെയ്തിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. കണ്ണൂരിൽ തനിക്ക് മത്സരിക്കണമെന്ന് പറയുന്ന പിടിവാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് കെ സുധാകരൻ. എന്നാൽ കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു മുതിർന്ന നേതാവ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അസ്ഥിരപ്പെടുത്തുന്നതായിട്ട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അസ്ഥിരപ്പെടുത്തുകയാണ്. ഇതിന് മുൻപത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവേ അല്ല പാർലമെൻ്ററി രംഗത്ത്. ഒരുപക്ഷെ അണികളെ സംബന്ധിച്ചിടത്തോളം കണ്ണും കരളും ഒക്കെ ആയിരിക്കും KS. പക്ഷേ പാർലമെൻ്ററി രംഗത്ത് അത്രത്തോളം മികച്ച ഒരാളൊന്നുമല്ല. കേരളത്തിൽ ആകെപ്പാടെ ഒറ്റ ഒരു തവണ മാത്രം മന്ത്രിയായ ഒരു നേതാവാണ് കെ സുധാകരൻ. ഒരുപക്ഷെ ഗ്രൂപ്പുകളെയും ഒക്കെ കൊണ്ട് തന്നെ ആവാം കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് ഇന്ന് ഒന്നുമില്ലാത്ത ഒരാളായി മാറിയിരിക്കുന്നത്. ഈ സിംഹങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. സിംഹം ഏറെ മൂത്ത് പല്ല് കൊഴിയുന്ന ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ മറ്റു സിംഹങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് കാരണം എന്ന് വെച്ചാൽ അതിനെ പിന്നെ ഗുണമില്ല. അതുവരെ പല്ല് കൊഴിയുന്നത് വരെ, പ്രായം എത്തുന്നവരെ ഈ സിംഹമായിരിക്കും എല്ലാത്തിനും നയിക്കുന്നത്. പക്ഷേ പ്രായമെത്തി പല്ല് കൊഴിഞ്ഞു തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ ഈ സിംഹത്തിനെ മറ്റ് സിംഹങ്ങൾ ആക്രമിച്ച് കൊലപ്പെടുത്തും, ഇല്ലായ്മ ചെയ്ത് കളയും. ഇത് സ്വാഭാവികമായി സിംഹങ്ങൾക്കിടയിലുള്ള ഒരു കാഴ്ചയാണ്. പക്ഷേ കോൺഗ്രസ്സുകാർ സിംഹങ്ങളല്ല എങ്കിൽ തന്നെയും ഇങ്ങനെ ഒരു കാഴ്ച ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇനിയും കെ സുധാകരൻ എന്ന് പറയുന്ന ഒരാളിനെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം പ്രതിരോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനിയിപ്പോൾ കെ സുധാകരന് വേണ്ടിയിട്ട് MP-മാർ മത്സരിക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇളവ് കൊടുത്താൽ, അതായത് മത്സരിക്കാം, കെ സുധാകരൻ ഇപ്പോൾ ഇളവ് കൊടുക്കുന്നു, കെ സുധാകരൻ ഇവിടെ കണ്ണൂരിൽ നിന്ന് മത്സരിക്കുന്നു എന്ന് വയ്ക്കുക, സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത ഒരു ചോദ്യം വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് MK രാഘവന് മത്സരിക്കാൻ യോഗ്യതയില്ലാത്തത്? എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിന് മത്സരിക്കാൻ യോഗ്യതയില്ലാത്തത്? എന്തുകൊണ്ടാണ് KC വേണുഗോപാലിന് മത്സരിക്കാൻ യോഗ്യതയില്ലാത്തത്? അങ്ങനെ പറയുമ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് കൂടി വരും. എനിക്കെന്തുകൊണ്ട് മത്സരിക്കാൻ തയ്യാറാവുന്നില്ല? കാര്യം പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ, അപ്പോൾ എനിക്ക് ഒരു മതിയായ അവസരം നൽകേണ്ടതുണ്ട് എന്നുള്ള വലിയൊരു ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കൊടിക്കുന്നിൽ സുരേഷും രംഗത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ വരും. ഏക ന്യൂനപക്ഷ മുഖമാണ് എൻ്റേത്, ഞാനിവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടുത്തെ SDPയെയും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ UDFനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ന് പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഞാൻ കൂടി മത്സര രംഗത്തുണ്ടാകണം എന്നൊരു ആവശ്യം അവിടെ ഉയർത്തിക്കൊണ്ടുവരും. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ, എന്നാൽ ഈ നേതാക്കന്മാരൊക്കെ വളർന്ന് അല്ലെങ്കിൽ നിൽക്കുകയാണെന്ന് വെച്ചു, അങ്ങനെ ഇളവ് നൽകുകയാണെന്ന് വെച്ചോളൂ. അങ്ങനെ ഇളവ് നൽകിക്കൊണ്ട് ഇവരെല്ലാം നിയമസഭയിലേക്ക് എത്തിയെന്ന് കരുതുക. ഈ പറയുന്ന ഇത്രയും നേതാക്കന്മാർക്ക്, അടൂർ പ്രകാശിനാണെങ്കിൽ തന്നെയും, കെ സുധാകരന്, MK രാഘവന്, അതോടൊപ്പം ഷാഫി പറമ്പിലിന്, കൊടിക്കുന്നിൽ സുരേഷിന്, ഈ പറയുന്ന ഇത്രയും നേതാക്കന്മാർക്ക്, KC ഉൾപ്പെടെയുള്ള നേതാക്കന്മാർക്ക് മന്ത്രിയാകാനുള്ള അവസരം നൽകേണ്ടതുണ്ട്. അതോടൊപ്പം അവർ പറയുന്ന വകുപ്പുകൾ കൃത്യമായി അവരിലേക്ക് എത്തുക തന്നെ വേണം. ആ ഒരു തലത്തിലേക്ക് പാർട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കഴിവുള്ള നേതാക്കന്മാർ തന്നെയാണ് ഇത്രയും പേരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ വീണ്ടും ഒരു തർക്കത്തിലേക്ക് ഈ പാർട്ടി പോകും. അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ തർക്കമുണ്ട്, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ തർക്കത്തിനപ്പുറത്തേക്ക് വീണ്ടും അടുത്ത മന്ത്രി ആര് എന്നുള്ളൊരു തർക്കത്തിലേക്ക് വീണ്ടും പോവുകയും അത് നീണ്ടു പോവുകയും സത്യപ്രതിജ്ഞ വരെ ചിലപ്പോൾ മാറ്റിവെക്കേണ്ട അവസ്ഥ വരെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ നേതാക്കന്മാരെ ആരെയും തത്വത്തിൽ ഇവിടെ മത്സരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഹൈക്കമാൻഡിനെ അലട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തലവേദന. 2, ഈ പറയുന്ന MP-മാരെല്ലാം കൂടെ തിരിച്ച് എങ്ങനെയെങ്കിലും ആ മന്ത്രിയാവുക എന്ന് പറയുന്ന പ്രശ്നം സോൾവ് ചെയ്തു എന്ന് തന്നെ കരുതുക. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വീണ്ടും അടുത്ത വിഷയം ഉയരുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ UDF ഭയപ്പെടുന്നത് എന്നൊരു വലിയ ചോദ്യമുണ്ട്. UDFന് ഇപ്പോൾ ഭയമുണ്ട്. കാര്യം ഇനി വരാൻ പോകുന്ന ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ, ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശക്തി ഫലത്തിൽ ഇന്ന് കോൺഗ്രസിനില്ല. UDF എന്ന് പറയുന്നില്ല, കോൺഗ്രസിന് ആ ശക്തി ഇല്ല എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോൾ ഇങ്ങനെ കോൺഗ്രസ്സിന് ഒരു നേരിടാനുള്ള ശേഷിയില്ലാതെ പോയതിന് ചില കാരണങ്ങളുണ്ട്. അതായത് കഴിഞ്ഞ 3 ടേമുകളായി, ഏതാണ്ട് 10 വർഷം കഴിയുന്നു, അടുത്ത ടേം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് BJP എന്ന് പറയുന്ന ഒരു വലിയ പാർട്ടിയാണ്, NDA എന്ന് പറയുന്ന മുന്നണിയുമാണ്.
ഈ ഈ പിന്നെ NDA എന്ന് പറയുന്ന മുന്നണിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ അലയൻസ് ഇവിടെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, ഒരു മുന്നണി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രാഹുൽ ഗാന്ധി നേതൃത്വം കൊടുത്തുകൊണ്ടായിരുന്നു ആ മുന്നണി നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. എന്നാൽ അത് ചരമാവസ്ഥയിലെത്തി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. തന്നെയുമല്ല, ഈ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ രാഹുൽ ഗാന്ധിയെ കേരളത്തിൻ്റെ MP ആക്കിയതിൻ്റെയും വസ്തുത സത്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് നന്നായിട്ട് അറിയാം. അതായത് രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ നിന്ന് MP ആക്കി പറഞ്ഞു വിടുകയും തുടർന്ന് രാഹുൽ ഗാന്ധി കേരളത്തിലെ ആ ഒരു MP സ്ഥാനം രാജിവെച്ചിട്ട് പകരം സ്വന്തം സഹോദരിയായ പ്രിയങ്ക ഗാന്ധിയെ, അതായത് 172 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൊടുത്ത ഈ റോബർട്ട് വാദ്ര എന്ന് പറയുന്ന ആളുടെ ഭാര്യ, അദ്ദേഹത്തെ ആ പ്രിയങ്ക ഗാന്ധിയെ വയനാട്ടിൽ കൊണ്ട് മത്സരിപ്പിക്കുകയും ചെയ്തു. മത്സരിപ്പിച്ച് MP ആക്കിയത് കൊണ്ടും യാതൊരു പ്രയോജനവും കേരളത്തിനോ പ്രത്യേകിച്ച് വയനാടിനോ ഉണ്ടായിട്ടില്ല എന്നുള്ള സത്യസന്ധമായ കാര്യം ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. വെറുതെ കലണ്ടർ അച്ചടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു MP ആയി പ്രിയങ്ക ഗാന്ധി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വസ്തുത പോലും ഇവിടുത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. പക്ഷേ അവരാരും പുറത്തു പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പോലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഭീകരമായ ഒരു നിലനിൽപ്പിൻ്റെ പ്രശ്നമുണ്ടെന്നേ. ഇത് സത്യത്തിൽ എല്ലാവർക്കും അറിയാം, അത് രാഹുൽ ഗാന്ധിക്കും അറിയാം. ഇനി ഒരു വട്ടം കൂടി എവിടെയും നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ശേഷി സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇനി എന്തിനാണ് ഞങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിനെ ഇനി ജയിപ്പിച്ചു വിടുന്നത് എന്നൊരു ചോദ്യം ജനങ്ങളുടെ മനസ്സിലുണ്ടെന്നേ. കാര്യം കേരളത്തിൻ്റെ ഒരു വിഷയങ്ങളും ലോക്സഭയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഇവർക്ക് ആർക്കും എത്തിപ്പെടാൻ കഴിയുന്നില്ല. കേരളത്തിനെതിരായിട്ട് NK പ്രേമേന്ദ്രനെ പോലുള്ള നേതാക്കന്മാർ K4-നെതിരായി കേരളത്തിനെതിരായി ചില ചർച്ചകൾ അവിടെ വെക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് കേരളത്തിന് കിട്ടേണ്ട വിഹിതം അവിടെ നിന്ന് വാങ്ങിയെടുക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ സ്വന്തം മണ്ഡലമായ വയനാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ കാര്യത്തിലോ ഈ പറയുന്ന കേരളത്തിൽ നിന്ന് ഇതുവരെ തിരഞ്ഞെടുക്കപ്പെട്ട MP-മാർക്കാർക്കും ഒരു പ്രയോജനവും ഒരു ചെറുവിരൽ പോലും അനക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത ജനത്തിനറിയാം. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായാൽ കോൺഗ്രസിൽ നിന്നുള്ള പല നേതാക്കന്മാരും പണി മതിയാക്കി വീട്ടിലിരിക്കേണ്ടി വരും എന്നുള്ള കാര്യവും ഈ പറയുന്ന നേതൃത്വത്തിന് നന്നായി അറിയാം. ഇതറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തവണ MP-മാർ അങ്ങനെ ഇറങ്ങി കളിക്കണ്ട എന്നുള്ള കാര്യം കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനിയും അങ്ങനെ അതോടുകൂടി ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിപതറും, ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അടിപതറും എന്നുള്ള കാര്യം തന്നെ എല്ലാ നേതാക്കന്മാർക്കും അറിയാം. എല്ലാവരും പുട്ടിയിട്ട് പൗഡർ അടിച്ച് കിടക്കുന്നതേ ഉള്ളൂ. എല്ലാവരുടെ ഉള്ളിലൊരു വല്ലാത്ത വേവലാതി ഇപ്പോൾ തന്നെ പിടികൂടിയിട്ടുണ്ടെന്നേ. ഇതാർക്കും പുറമേ കാണിക്കുന്നില്ല എന്ന് മാത്രമാണ്. VD സതീശൻ്റെ പ്രസംഗങ്ങളിൽ പോലും, VD സതീശൻ്റെ ബോഡി ലാംഗ്വേജിൽ പോലും ആ ഒരു പരാജയ ഭീതിയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് തന്നെയാണ്. അപ്പം ഇതുകൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊരു ഇങ്ങനെ MP-മാർ മത്സരിക്കേണ്ട എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് സുധാകരന് വേണ്ടിയിട്ട് ഇത്തവണ ആ നിയമം മാറ്റിമറിച്ചാൽ ഇത് ബാക്കിയുള്ളവർക്ക് കൂടി ചോദിക്കാനൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുധാകരനെ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്നാൽ സുധാകരൻ ഉയർത്തുന്ന ചില ഭീഷണികളുണ്ട്. സുധാകരൻ ഉയർത്തുന്ന ഭീഷണി പ്രധാനമായും സുധാകരനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് കുറേയധികം അണികളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഭീഷണി. സുധാകരൻ ഇത്തവണ കണ്ണൂരിൽ മത്സരിച്ചില്ലെങ്കിൽ ഈ അണികളെല്ലാം സ്വയമേവ പിൻവലിയും എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസിന് ഇപ്പോൾ നേരിയ തോതിലൊരു ഭയമുണ്ട്. അപ്പോൾ സുധാകരൻ എടുക്കുന്ന തീരുമാനം എന്നാണ്. സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ സ്വതന്ത്രനായി മത്സരിച്ചാൽ LDF ഒരിക്കലും പിന്താങ്ങില്ല. കാര്യം ഓൾറെഡി കണ്ണൂരിലേക്ക് ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനിയും ഇടതുപക്ഷം നേരെ പോയി സുധാകരനെ പിന്താങ്ങാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു പിന്താങ്ങൽ ഒരു കാരണവശാലും MV ഗോവിന്ദൻ മാഷ് നടത്തില്ല. അത് വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് സുധാകരൻ അവിടെ മത്സരിച്ചാൽ കണ്ണൂരിൽ നിലവിൽ BJP നിർത്തുന്ന സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് സുധാകരന് BJP പിന്തുണ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഉണ്ടാക്കാൻ പോകുന്ന വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും. സുധാകരൻ കണ്ണൂരിൽ കോൺഗ്രസിൻ്റെ ഒരു വക്താവായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത് കണ്ണൂരിലെ മൊത്തത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കുമെന്നുള്ളത് വസ്തുത തന്നെയാണ്. അത് പേരാവൂരിലും ബാധിക്കും, ധർമ്മടത്തും ബാധിക്കും, ഇരിക്കൂറിലും എല്ലായിടത്തും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട തരംഗങ്ങൾ അവിടെയെല്ലാം ബാധിക്കും. ഇതോടുകൂടി കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിൽ തന്നെ കോൺഗ്രസിന് വലിയൊരു അപജയം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. അതിനെ മറച്ചു പിടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സുധാകരനെ കൊള്ളാനും തള്ളാനും വയ്യാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് പാർട്ടി. ഇനി എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ തീരുമാനത്തെ ചുറ്റിപ്പറ്റിയായിരിക്കും ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക. നിലവിൽ ഇനി സുധാകരനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ ഭയപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട്.
അതെന്താണെന്ന് വെച്ചാൽ സുധാകരന് ഇനിയൊരു ബാല്യവുമില്ല, യൗവനമില്ല, വാർദ്ധക്യവുമില്ല. സുധാകരൻ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല എങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ സുധാകരൻ കാത്തിരുന്നിട്ടും ഒരു കാര്യവുമില്ല. അവിടെ വീണ്ടും സുധാകരന് പകരം മറ്റൊരു നേതാവായിരിക്കും സ്വാഭാവികമായി ഉദയം ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ടേം കഴിയുന്നതോടുകൂടി, ലോക്സഭയിൽ സുധാകരൻ്റെ ഈ കാലം കഴിയുന്നതോടുകൂടി സുധാകരൻ അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ഫലത്തിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ വനവാസം എന്നൊക്കെ പറയുന്ന, ലിറ്റററി പറയുന്ന ഈ കാര്യം സാധ്യമാകും. അപ്പോൾ സുധാകരന് ബുദ്ധിയുണ്ടെങ്കിൽ ഈ ലോക്സഭാ അംഗത്വം രാജിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതായത് പാർട്ടി മാറി ഇവിടെ അല്ലെങ്കിൽ BJP-യിലേക്ക് ഒരു ചാഞ്ചാട്ടം നടത്തി കഴിഞ്ഞാൽ കൂറുമാറ്റ നിരോധന നിയമം എന്ന് പറയുന്ന ഒരു നിയമപ്രകാരം കെ സുധാകരൻ്റെ ഈ ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടും. അപ്പോൾ പാർലമെൻ്ററി രംഗത്ത് നിന്ന് പോലും സുധാകരൻ മാറി നിൽക്കാനുള്ള ഒരു സാഹചര്യം കൂടി സുധാകരന് ഒരു വലിയ ഒരു വാള് പോലെ തലയ്ക്ക് മേലെ തൂങ്ങിക്കിടപ്പുണ്ട്. ഇനിയും ഈ പറയുന്ന പോലെ കണ്ണൂരിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് ജയിച്ചില്ലെങ്കിൽ സുധാകരൻ അതിൽ പരം ഒരു നാണക്കേട് വേറെ ഉണ്ടാകാനും പോകുന്നില്ല. പക്ഷെ ഇതെല്ലാം കൃത്യമായി സുധാകരനെ വെട്ടിലാക്കി, സുധാകരന് പുറത്തേക്ക് പോകാൻ കഴിയാത്ത രീതിയിൽ വരിഞ്ഞു മുറുക്കി സുധാകരനെ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.